ആ സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അശരീരി കേൾക്കുകയാണ്. ഓ കള്ളന്മാരെ, നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ സാധാരണ കളവ് നടത്താൻ പോകുന്ന വീട്ടുകാരെ പോലെയുള്ള വീട്ടുകാരനല്ല. ഇത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന റാബിയത്ത് ബീവിയുടെ വീടാ. إن كان المحب نائما فالمحبوب يقظان. റാബിയത്ത് ബീവി ഉറങ്ങുകയാ, എന്നാൽ റാബിയ സ്നേഹിക്കുന്ന റബ്ബ് ഉണർന്നിരിക്കുകയോ. അതുകൊണ്ട് എന്റെ റാബിയത്ത് ബീവിയുടെ വസ്ത്രം എടുത്തേടത്ത് വെച്ചോ, വെന്ന വഴിയിൽ തിരിച്ചു പോയിക്കോ. ഉമ്മ, പാപ്പാ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, റബ്ബിനെ സ്നേഹിക്കുന്ന ഒരു അടിമയായി ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഖിറവും റബ്ബ് ഏറ്റെടുക്കുന്നത്. എല്ലാ പരാജയങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഉടമസ്ഥനായ റബ്ബ് നമ്മളെ സഹായിക്കുന്നത്. ആ റാബിയത്ത് ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. അവിടുത്തേക്ക് ഖിദ്മത്തിൽ കഴിഞ്ഞുകൂടിയ അബ്ദ ബീവി കിനാബിൽ ദർശിക്കുകയാ. ചോദിക്കുകയാണ്, മാ ഫഅലല്ലാഹു ബിക്കി, അല്ലാഹുവിന് വേണ്ടി ഒരുപാട് ചെയ്തു തീർത്തതല്ലേ, ജീവിതം മുഴുവനും റബ്ബ് ഒരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിച്ചവരല്ലേ, മരിച്ച് റബ്ബിലേക്ക് യാത്രയായിട്ട് ആ റബ്ബിൽ നിന്ന് ലഭിച്ചതെന്തോ. പല മഹാന്മാരോടും അവരുടെ മുഹിബ്ബീങ്ങൾ മനാമിൽ മാ ഫഅലല്ലാഹു ബിക എന്ന് ചോദിച്ചത് അയിമ്മത്ത് അവരുടെ മനാഖിബിൽ എഴുതിയിട്ടുണ്ട്. റാബിയത്ത് ബീവിയോടും ചോദിച്ചു, മാ ഫഅലല്ലാഹു ബികി, റബ്ബ് എന്താണ് നിങ്ങൾക്ക് നൽകിയത്, എന്താണ് നിങ്ങളുടെ ബർസഖി ലോകത്തെ ജീവിതം. സുബ്ഹാനല്ലാഹ്. റാബിയത്ത് ബീവി നൽകുന്ന മറുപടി, ഗഫറലി റബ്ബി, മോളെ എന്റെ റബ്ബ് സാലിഹ്യങ്ങൾക്ക് അവൻ കൊടുക്കുന്ന മഗ്ഫിറത്ത് എന്ന പദവി എനിക്കും നൽകിയിട്ടുണ്ട്. എന്റെ ദോഷങ്ങളൊക്കെ റബ്ബ് എനിക്ക് പുറത്തു തന്നു. വജുബത്തി മുഅല്ലഖത്തും ബിൽ അർശി വൽ മലായികതു തതബറകു ബിഹാ. എന്റെ കുപ്പായം അല്ലാഹുവിന്റെ അർശുമായി ബന്ധിപ്പിച്ചിരിക്കുകയാ. മലക്കുകൾ ആ കുപ്പായം കൊണ്ട് ബറക്കത്തെടുക്കുന്നുണ്ട്. ഉമ്മ, സഹോദരി, നാളെ മരണം വന്ന് മാടി വിളിച്ചാൽ അസ്റായീൽ അലൈഹിസ്സലാം ഒന്ന് റൂഹിനെ പിടിച്ചു കൊണ്ടുപോയാൽ ചേതനയറ്റ ശരീരം കുളിപ്പിച്ച് കഫം ചെയ്തു തരുമ്പോ സ്ത്രീകൾക്ക് ധരിപ്പിക്കുന്നത് 2 കഫംപുടയാ. മൂന്നാമത് ആ 2 കഫംപുടയുടെ മുകളിൽ ധരിപ്പിച്ച് തരുന്നതെന്തോ. നിങ്ങൾ തറാവീ നിസ്കരിക്കുമ്പോൾ ധരിച്ച നിസ്കാര കുപ്പായമില്ലേ, നിങ്ങൾ വിത്ർ നിസ്കരിക്കുമ്പോൾ ധരിച്ച നിസ്കാര കുപ്പായമില്ലേ, ഫർളും റവാത്തിബുൽ വഹയും തഹജ്ജുദും, അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോ നിങ്ങൾ ധരിച്ച നിസ്കാര കുപ്പായമോ. അങ്ങനെ നിസ്കാരത്തിന്റെ ബറക്കത്ത് നേടിയ ഒരു നിസ്കാര കുപ്പായം ഖബറിലേക്ക് കൊണ്ടുപോകാൻ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് യാത്ര പോകുമ്പോ നിങ്ങൾക്ക് ധരിപ്പിച്ചു തരാൻ
നല്ല വൃത്തിയുള്ള ഒരു നിസ്കാരക്കുപ്പായം വീട്ടില് റെഡിയുണ്ടോ? പരിശുദ്ധ റമളാൻ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ മറന്നു പോകണ്ട. ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ അവസാന സമയം തങ്ങളോട് പറഞ്ഞ വസിയത്തെന്തോ? നബിയേ, 25 കൊല്ലമാ ഈ ഖദീജ അവിടുത്തെ കൂടെ ജീവിച്ചു പോയത്. വല്ലതും അനിഷ്ടമായ വാക്കോ പ്രവർത്തനമോ ഖദീജ ഇല്ലെന്ന് വന്നു പോയിട്ടുണ്ടോ? ഖദീജക്ക് പൊറുക്കണേ നബിയേ. ഹബീബായ തങ്ങളെ കണ്ണ് നിറയുകയോ? ഇല്ല ഖദീജ, എല്ലാം എനിക്ക് സമർപ്പിച്ച ജീവിതം അല്ലേ. നിങ്ങളോട് വലിയ തൃപ്തിയാണ് ഖദീജ. നബിയേ, ഞാൻ മരിച്ചു പോയാൽ പൂമോള് ഫാത്തിമാനെ ശ്രദ്ധിക്കണേ നബിയേ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമോ നബിയേ. മരിച്ചു പോയാൽ എന്റെ ശരീരം കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് അവിടുത്തേക്ക് വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ അവിടുത്തെ ശറഫായ ശരീരത്തിൽ ധരിക്കാറുള്ള പുതപ്പില്ലേ, വിരുപ്പില്ലേ, ആ മുബാറക്കായ ഷാളില്ലേ, അത് ഖദീജാന്റെ ശരീരത്തിൽ പുതപ്പിച്ചു തരണേ നബിയേ. അല്ലാഹ് മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കാൻ, ഖബറിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ ഈ വരുന്ന റമളാനിനെയും തുടർന്നുള്ള സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനേ. മരണം മറന്നുകൂടാ. മഹാന്മാരും മാതിമാരും മരണത്തെ ആലോചിച്ച് പരലോകം ചിന്തിച്ച് അവരങ്ങോട്ട് ചെയ്തു അമല്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിച്ചപ്പോ അവരെ നിസ്കാരത്തിലും അവരെ ഖുർആനോത്തിലും അവരെ നോമ്പിലും അവരുടെ ദാനധർമ്മങ്ങളിലും അവരുടെ നിഖില മേഖലകളിലും മുഴുവൻ സൽക്കർമ്മങ്ങളിലും അവർക്ക് വലിയ ആത്മീയമായ അനുഭൂതിയുണ്ടായി, ആത്മനിർവൃതിയുണ്ടായി, ഇഖ്ലാസ് കൈമുതലായി പോയി. എന്തേ അമലുകളിലൊന്നും ഹൃദയ സാന്നിധ്യം വരുന്നില്ല, ഇഖ്ലാസ് ലഭിക്കുന്നില്ല. ഉടമയായ റബ്ബിന് വേണ്ടിയാണ് ഈ അമല് ചെയ്യുന്നത്. എന്റെ റബ്ബിനോട് എനിക്ക് വലിയ ഇഷ്ടമോ, റബ്ബിന്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള പ്രവർത്തനമോ എന്ന ബോധമില്ലാത്തത് കൊണ്ടാ. ഫമാ മഖ്സൂദുഹും ജന്നത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാം. അള്ളാനെ അറിഞ്ഞ മഹാന്മാരെ ഹിഡൻ അജണ്ട സ്വർഗം സമ്പാദിക്കലല്ല, സ്വർഗീയ തരുണികളെ സ്വന്തമാക്കലല്ല. സിവാനലിരിൽ ജലീലി ഫദമുനഹും ഫഹദാ മഖ്സദുൽ ഖൗമിൽ കിറാം. എല്ലാം തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്നെയും നിങ്ങളെയും എല്ലാ മൈക്രോ സെക്കൻഡുകളിലും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ കാണലാണ്. അല്ലാഹ് ഒരു ലക്ഷ്യം ഞങ്ങളെ ഖൽബിൽ തരണേ അല്ലാഹ്. അല്ലാഹ് നിന്നെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഞങ്ങളെ ഹൃദയത്തിൽ ഈ ആശാരമാക്കി തരണേ അല്ലാഹ്. ഇവിടെ ആരെയും കുറ്റം പറയാൻ നമുക്ക് നേരമില്ല, മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താൻ നമുക്ക് സമയമില്ല. ഒരാളോടും പിണങ്ങണ്ട്, അയൽവാസിയോട് പാരപണിയുണ്ട്,
മറ്റുള്ളവരെ മോശമാക്കി ചിത്രീകരിക്കണ്ട, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കണ്ട, ഈ ഭൂമിക്ക് പോലും നമ്മൾ ഭാരമാകണ്ട, മാതാപിതാക്കളെ വെറുപ്പിക്കണ്ട, ആലിമീങ്ങളെ നിസാരപ്പെടുത്തണ്ട, തങ്ങന്മാരെ ചെറുതാക്കണ്ട, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒന്നും വാക്കിലും പ്രവർത്തനത്തിലും വന്നു പോകണ്ട. കാരണം ഇതുകൊണ്ടൊന്നും നേടാനില്ല. നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയായി അല്ലാഹ് ഇഷ്ടപ്പെടുന്ന അടിമയായി ജീവിക്കണം. എന്നാൽ അൽഹംദുലില്ലാഹ് ഈ ഭൂമിയിലേക്ക് ഉമ്മാന്റെ വയറ്റിന്റെ അകത്ത് നിന്ന് പിറന്നു വീഴുമ്പോ കരഞ്ഞിട്ട് വന്ന ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ മീതെ ഇന്ന് ഭൂമിയുടെ അടിയിലേക്ക് പോകുമ്പോ റബ്ബിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചിരിച്ച് മരിക്കാൻ നമുക്ക് കഴിയണം. അതിനാകട്ടെ ഈ 2026 പരിശുദ്ധ റമളാൻ അതിനൊരു പ്രചോദനമാകട്ടെ. ഈ 1 മണിക്കൂർ സമയത്തുള്ള പ്രഭാഷണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹത്തുക്കളൊക്കെ അങ്ങനെയല്ലേ മരിച്ചുപോയത്. സെയ്ദ് ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അസ്ർ നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മരിച്ചു വീണത്. നാട്ടുകാരെ അവിടുത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പെട്ടെന്നുള്ള മരണമായപ്പോൾ ഭാര്യ മക്കള് നിലവിളിക്കുന്നു, കുടുംബക്കാര് ശബ്ദമുണ്ടാക്കി കരഞ്ഞുപോയി. ആ സമയത്താണ് ഒരു ശബ്ദം വരുന്നത്, അൻസിതൂ, മിണ്ടാതിരിക്കൂ, കരയാതിരിക്കൂ. കേൾക്കുമ്പോൾ സെയ്ദ് ബിൻ ഖാരിജ തങ്ങളുടെ ശബ്ദത്തിലാണ് ആ മയ്യത്തിന്റെ മുഖത്ത് ശരീരത്തിൽ വിരിച്ച പുതപ്പങ്ങ് നീക്കി നോക്കുമ്പോൾ സെയ്ദ് ബിൻ ഖാരിജന്റെ മയ്യത്ത് തന്നെയാ പറയുന്നത്, അൻസിതൂ, ബഹളം വെക്കാതിരിക്കൂ. സുബ്ഹാനല്ലാഹ്. നാട്ടുകാർ അത്ഭുതത്തോടെ ചോദിച്ചു പോയി, അമയ്യത്തുയ്യതകല്ലം, മരിച്ചു കിടക്കുന്ന ആള് സംസാരിക്കുകയോ? സെയ്ദ് ബിൻ ഖാരിജ കണ്ണു തുറന്നിട്ട് പറയുന്നു, നഅം, പെട്ടെന്ന് കൊണ്ടുപോകൂ, മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിക്കാൻ കൊണ്ടുപോകൂ. ഇന്ന അബൽ ഖാസിമി യന്തളിറു സ്വലാത്ത അലയ്യ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒട്ടും സമയം താമസിപ്പിക്കണ്ട. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളുടെ ഫിറാഖിന്റെ സമയം, വഫാത്തിന്റെ സമയം അവിടുന്നും സന്തോഷിച്ചത് നമ്മൾ അറിഞ്ഞതല്ലേ. നമ്മുടെ സമകാലികരിൽ തന്നെ പലരും മരണം വന്നപ്പോൾ പൊട്ടിച്ചിരിച്ചു പോയവരില്ലേ. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുഖം കണ്ടപ്പോ അവരുടെ ചിറിയിൽ അവരുടെ ചുണ്ടുകൂടാതെ ചിരിച്ചു കിടക്കുന്ന പല മയ്യത്തും നമ്മൾ കണ്ടവരല്ലേ. ലോകത്തിന്റെ നേതാവിനെ അല്ലാഹ് കാണിച്ചു കൊടുക്കുമ്പോ ആ നേതാവിനെ പ്രിയം വെച്ച സ്വാലിഹീകള്, ആശിഖീകള് ഓ തിരുവതരം നോക്കി അങ്ങ് പുഞ്ചിരിക്കുകയാ. ഹബീബായ
പെങ്ങളെ കണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ വിരഹത്തിന്റെ വേർപാടിന്റെ വേദന അറിയുന്നില്ല. അതേ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് പോകുന്നതറിയുന്നില്ല. ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നതിന് വേദന തോന്നുന്നില്ല. അതൊരു ആനന്ദമുള്ള വിയോഗമാണ്. അത് വല്ലാത്ത മധുരമുള്ള വേർപാടാണ്. അല്ലാ, വർണ്ണിക്കാനാവാത്ത ആ രംഗം ജീവിതത്തിൽ അനുഭവിക്കാൻ കൊതിയുണ്ട്. ഞങ്ങൾക്കെല്ലാം അതിന് തൗഫീഖ് നൽകണം റഹ്മാനേ. ഒരൊറ്റ കാര്യം അത് സൂചിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹാഫിള് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്, അതുപോലെ സയ്യിദ് അഹ്മദ് ദഹ്ലാൻ റഹിമഹുല്ലാഹ്, അതുപോലെ ഒരുപാട് പണ്ഡിതമാത്തുക്കൾ ബഹുമാനം പറഞ്ഞ ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് എല്ലാ രാത്രിയിലും 10 പ്രാവശ്യം മുഅ്മിനീങ്ങൾ പതിവാക്കിയാൽ വെള്ളിയാഴ്ച രാവ് വരുമ്പോ ആ സ്വലാത്ത് 100 പ്രാവശ്യം അങ്ങ് പൂർത്തിയാക്കിയാൽ യൻകശിഫു ലിറൂഹിഹി മിസാലു റൂഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി വഇൻദ ദുഖൂലിൽ ഖബ്രി. മഹാന്മാര് പറയുകയാ, മരണമാസന്നമാകുന്ന വേളയിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാം. ഖബറിലേക്ക് കൊണ്ടുപോയി കിടത്തുമ്പോ ആശ്വാസവുമായി ഖബറിൽ നേതാവ് വന്നത് കാണാം. ഏത് സ്വലാത്താണ് ഇത്രയും മഹത്വമുള്ള പവറുള്ള സ്വലാത്ത് എന്നറിയുമോ? സ്വലാത്തുൽ അലിൽ ഖദ്ർ എന്ന സ്വലാത്താണ് കേട്ടോ. യംബഗി ലിമൻ ദാവമ അലൈഹാ അൻ യഖറഅഹാ കുല്ല ലൈലത്തിൻ 10 മറ വലൈലത്തുൽ ജുമഅത്തി 100 മറ. പതിവാക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എല്ലാ രാത്രിയിലും 10 തവണ ചൊല്ലിക്കോ. അതേ വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴം അസ്തമിച്ച രാത്രിയിൽ അത് 100 പ്രാവശ്യം അങ്ങ് ചൊല്ലിക്കോ. എന്നാൽ അവൻ ഈ സ്വലാത്ത് കൊണ്ട് വലിയ നേട്ടമാണ്. ഏത് സ്വലാത്താണ് ഉമ്മമാരെ? താജുൽ ഉലമാ നമുക്ക് ഇജാസത്ത് നൽകിയ സ്വലാത്താണ്. സുഹൃത്തുക്കളെ, ആ സ്വലാത്തുൽ അലിൽ ഖദ്ർ ഞാനൊരു 3 പ്രാവശ്യം ഇവിടെ ചൊല്ലുകയാണ്. നിങ്ങളും കൂടെ ചൊല്ലിക്കോ. ഇന്നത്തെ രാത്രി മുതൽ മരിക്കുന്ന ദിവസം വരെ ചൊല്ലാൻ ശ്രമിച്ചോ. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. الله പതിവാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനിയൊരു 15 മിനിറ്റേ ഉള്ളൂ നമ്മൾ പറഞ്ഞ സമയത്തേക്ക്, അല്ലേ?